നിങ്ങൾ നല്ല മോയ്സ്ചറൈസേഴ്സ് നോക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 2 സജഷൻസ് ഞാൻ പറയാം. രണ്ടും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഡേ ടൈമിലും ഇത് രാത്രിയിലുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറയാം, ഇത് ഡേ ടൈമിൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം ഇതൊരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ ജെൽ കൺസിസ്റ്റൻസി വരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുകയും ചെയ്യും. ഈ മേക്കപ്പിൻ്റെ അടിയിൽ സൺസ്ക്രീൻ്റെ അടിയിലൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മേക്കപ്പ് ഒക്കെ നല്ല ഒരു ഫ്ലോലെസ് ആയിട്ടിരിക്കാനൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ചില മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കില്ലേ? എക്സാമ്പിൾ ഈ ഒരു മോയ്സ്ചറൈസർ. കാരണം ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനി രാത്രി സമയങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു വളരെ തിക്ക് കൺസിസ്റ്റൻസിയാണ്, ഒരു ക്രീമി ടെക്സ്ചറാണ്. കാണിച്ചത് കണ്ടല്ലോ, ഇത് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ പകൽ സമയങ്ങളിലൊക്കെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് ആവും. മേക്കപ്പ് കൊണ്ടായിക്കോട്ടെ, പൊല്യൂഷൻ കൊണ്ടായിക്കോട്ടെ, ലൈറ്റ്സ് കൊണ്ടായിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ ഡാമേജ് ആവുന്ന സ്കിന്നിനെ നല്ല രീതിയിൽ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. സോ ഇത് രണ്ടും ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.